തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ വോട്ടേഴ്സ് പട്ടികയിൽ നിർണായക മാറ്റങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞോ എന്നറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. ആളുകൾ കൃത്യമായിട്ട് അത് സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണിത്. നമ്മുടെ വോട്ടർ ഐ ഡിയിൽ ഇനിയും മുതൽ തിരുത്തലും മറ്റും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനിയും ഈ ഒപ്പ് വേണം. എന്താണ് ഈ ഒപ്പ്? അതിനെക്കുറിച്ച് ഞാൻ പറയാം. എല്ലാവർക്കും ST ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ന്യൂസിലും മറ്റും കാണുകയുണ്ടായി കാണും. നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കള്ളവോട്ട് പ്രചരണത്തിനെതിരെ ഭയങ്കര കാര്യങ്ങളുമായിട്ടൊക്കെ രംഗത്ത് വരികയുണ്ടായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്യുകയും അതിൽ നിന്നും ഒരുപാട് ആൾക്കാരുടെ മറ്റും ഈ ഡബിളായിട്ട് വന്ന പേരുകളും മറ്റും നീക്കം ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിനെതിരെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പുതിയ വിപ്ലവകരമായ ഒരു മാറ്റം ആണ് ഈ വോട്ടിംഗ് സൈറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതാണ് ഈ ഒപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒപ്പ് നിങ്ങൾ ഇനി മുതൽ എല്ലാം, അതായത് ഫോം 6, 7, 8 എല്ലാം ചെയ്യുമ്പോൾ ഈ ഒപ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. നമ്മുടെ സെൻറ്ററുകളിൽ ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് കുറച്ചേറെ ആളുകൾ വന്ന് ഈ പറഞ്ഞ വോട്ടർ ഐ ഡി പുതിയ എടുക്കാനും തിരുത്തുവാനും മറ്റും ചെയ്യുകയുണ്ടായി. അപ്പോഴാണ് നമ്മൾ ഈ മാറ്റം ശ്രദ്ധിച്ചതും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും ചെയ്തത്. അപ്പോൾ ആ അറിവ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തരുന്നു. ഇപ്പോൾ ഈ ഒപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ നേരത്തെ ഈ വോട്ടർ സൈറ്റിൽ നമ്മൾ കയറി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആരുടെ മൊബൈൽ നമ്പർ വെച്ച് വേണമെങ്കിലും നമുക്ക് അതിൽ ലോഗിൻ ചെയ്യാമായിരുന്നു. നമുക്ക് നമ്മുടെ ഈ വോട്ടർ ഐ ഡി നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇത് ആ ഉടമസ്ഥൻ തന്നെ ആണോ ചെയ്തത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലായിരുന്നു ആ സൈറ്റിൽ നിലനിന്നിരുന്നത്. എന്നാൽ അതിനിപ്പോൾ ഒരു മാറ്റം വരികയും ഇനി മുതൽ നമ്മൾ എന്ത് കാര്യം വോട്ടിംഗ് സൈറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ, വോട്ടേഴ്സ് പോർട്ടലിൽ കയറി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് വരുന്ന ടൈമിൽ ഇത് വേറൊരു സൈറ്റിലേക്ക് പോകും. ഈ ഹസ്റ്റാർ എന്ന് പറഞ്ഞ ഒരു സൈറ്റിലേക്ക് കയറിപ്പോയിട്ട് നമ്മുടെ ആധാറുമായിട്ട് വേരിഫൈ ചെയ്ത് അതിൻ്റെ ഒരു OTP ആരാണോ ഈ ചെയ്യുന്ന ആ ആളുടെ മൊബൈലിലേക്ക് OTP വരും. അപ്പോൾ ആ OTP എടുത്ത് നമ്മൾ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ സൈൻ ഓക്കെ ആയതിന് ശേഷമാണ് ഇതിൻ്റെ അക്നോളജ്മെൻറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഒരു കാരണവശാലും ഇതിനകത്ത് ഈ കള്ളവോട്ടും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറയ്ക്കുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്നാണ്, ഇപ്പോൾ ഇനിയും ചെയ്യാനുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത്, അതായത് നിങ്ങളുടെ ആധാർ വളരെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ആയിരിക്കണം. അപ്പോൾ ആധാറിൽ ഫോൺ നമ്പർ ഇല്ലാത്തവർ ഉടൻ തന്നെ ഫോൺ നമ്പർ ആഡ് ചെയ്യുക. ഇപ്പോൾ ആധാറിൽ ഫോൺ നമ്പർ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കിടങ്ങന്നൂരിലുള്ള CSC സെൻറ്ററിൽ അതിനുള്ള സംവിധാനമുണ്ട്. ഒരുപാട് ആളുകൾ വന്ന് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുതിയ സംവിധാനം, അതായത് പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേഷനാണ് ഇപ്പോൾ UIDയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ആയതിനാൽ നിങ്ങൾക്ക് ഫോൺ നമ്പറും മറ്റും അപ്ഡേറ്റ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ ഫോണിലേക്ക് ഫോൺ നമ്പർ ആധാറുമായിട്ട് ലിങ്ക് ആവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സേവനം നിങ്ങൾക്ക് ഫോൺ നമ്പർ ലിങ്ക് ചെയ്യാനുള്ള സേവനവും നമ്മുടെ കിടങ്ങന്നൂരുള്ള CSC സെൻറ്ററിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഇനി ചെയ്യുവാനുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വോട്ടർ ഐ ഡി വെരിഫൈ ചെയ്യുക. പഴയ വോട്ടർ ഐ ഡി നമുക്ക് പുതുക്കാനും ഇപ്പോൾ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഈ ഒപ്പ് നിർബന്ധമാകിയാൽ നിങ്ങളുടെ ആധാറിലെ പേരും മറ്റ് ഡീറ്റെയിൽസും എല്ലാം കൃത്യമാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മുടെ സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഫോം 6, 7, 8 എല്ലാ കാര്യങ്ങളും വോട്ടർ ഐ ഡിയുടെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വിലപ്പെട്ട വിവരം നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ST ചാനൽ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.